ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതെ ഗൈസ്, നമ്മൾ ജഡായിപ്പാറയിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വന്നാലോ. അപ്പം നമുക്ക് യാത്ര തുടങ്ങിയാലോ. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായിപ്പാറയെ സ്ഥിതി ചെയ്യുന്ന പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രമാണ് ജഡായി എർത്ത് സെന്റർ അഥവാ ജഡായിപ്പാറ. 64 ഏക്കറാണ് പാർക്കിന്റെ ആകെ വിസ്തീർണം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതിയാണിത്. ഇവിടെയുള്ള രാമായണത്തിലെ ജഡായുവിന്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ്. ജഡായു രാവണ യുദ്ധം ജഡായിപ്പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. വെട്ടേറ്റ് വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ശില്പം നിർമ്മിച്ചത്. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമാണ് ഈ പക്ഷി ശില്പത്തിനുള്ളത്. 100 കോടി ചിലവിൽ പണിതുയർത്തിയ പാർക്കിൽ ഒരു 6D തിയേറ്ററും മലമുകളിലേക്ക് സഞ്ചരിക്കാൻ 1 കിലോമീറ്റർ ദൂരത്തിൽ കേബിൾ കാർ സംവിധാനവും ഒരു ഡിജിറ്റൽ മ്യൂസിയം തുടങ്ങിയ സംവിധാനങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജലപ്രതിസന്ധി പരിഹരിക്കാൻ 2 കൂറ്റൻ പാറകളെ യോജിപ്പിച്ച് ചെക്ക് ഡാമും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ മഴവെള്ളവും ശേഖരിക്കാറുണ്ട്. അങ്ങനെ വെള്ളം എത്തിയതിനു ശേഷം ജഡായിപ്പാറയുടെ താഴ്വശമുള്ള പ്രദേശങ്ങളിൽ എല്ലാം വളരെ മനോഹരമായ രീതിയിൽ പച്ചപ്പുകൾ പടർന്നു വളരുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിഹാസ കഥയൊന്ന് അറിഞ്ഞാലോ. ഇതിഹാസം അനുസരിച്ച് രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോൾ ജഡായു അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ജഡായു രാവണുമായി ധീരമായി പോരാടി. എന്നാൽ ജഡായു വളരെ വൃദ്ധനായതിനാൽ രാവണൻ ഉടനെ തന്നെ അവനെ പരാജയപ്പെടുത്തി. ചിറകുകൾ മുറിച്ചു മാറ്റി. ജഡായു ചടയമംഗലത്തെ പാറയിൽ വീണു. രാമായണത്തിലെ ഒരു ഇതിഹാസത്തിന്റെ പ്രതിനിധിയാണ് ഈ പ്രതിമ. 5 നിലകളുള്ള ഒരു വലിയ ശില്പം, ഒരു മ്യൂസിയം, ജഡായുവും രാവണനും തമ്മിലുള്ള ഇതിഹാസ യുദ്ധത്തെ ചിത്രീകരിക്കുന്ന ഒരു ആനിമേഷൻ ഫിലിം പ്രദർശിപ്പിക്കുന്ന ഒരു മൾട്ടി ഡൈമെൻഷണൽ തിയേറ്റർ എന്നിവ ഇവിടെയുണ്ട്. ഇതിനെല്ലാം പുറമെ പരമ്പരാഗത കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന നാടോടി പ്രകടനങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രവും ജഡായു എർത്ത് സെന്ററിലുണ്ട്. അഡ്വഞ്ചർ റോക്ക് കുന്നിലേക്കുള്ള പാർക്ക് 2017 ഡിസംബർ 5 തുറന്നത്. രാവണുമായുള്ള യുദ്ധത്തിനു ശേഷം ജഡായു ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചതായി പറയപ്പെടുന്നു. ഒരു ആയുർവേദ സിദ്ധ ഗുഹാ റിസോർട്ടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ജഡായുവിൽ ഇവിടെ അതും ലഭ്യമാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു കുന്നിന്റെ മുകളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിൽ പ്രവേശിക്കാൻ പ്രത്യേക ഗതാഗത സൗകര്യമൊന്നും വേണ്ട. ജഡായു ശില്പം സ്ഥിതി ചെയ്യുന്ന മുകളിലെത്താൻ സന്ദർശകർക്ക് 826 പടികളുള്ള കുന്നിന്റെ മുകളിലേക്ക് നടപ്പാതയിലൂടെയും കേബിൾ കാറിലൂടെയും പോകാം. കേബിൾ കാർ റൂട്ടിന് അധിക പണം അടച്ച് ടിക്കറ്റിന്റെ ആവശ്യമാണ്. മുകളിലേക്കുള്ള വരികൾ ഒരു സുരക്ഷാ പരിശോധനയിലുണ്ട്. ക്യാമറ ബാഗുകൾ അനുവദനീയമാണ്. ഭക്ഷണം അനുവദനീയമല്ല. വെള്ളം അനുവദനീയമാണ്, പക്ഷേ പ്ലാസ്റ്റിക് കുപ്പികൾ പാടില്ല. മുകളിൽ സൗകര്യമായി ഫിൽറ്റർ ചെയ്ത വെള്ളം ലഭ്യമാണ്. വഴിയിലുടനീളം നിരവധി കഫകളുമുണ്ട്. ഹിന്ദു ഇതിഹാസമായ രാമായണത്തിൽ ജഡായു എന്ന ദിവ്യ പക്ഷിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ജഡായുവിൻ്റെ ജനനത്തെയും ജീവിതത്തെയും കുറിച്ച് വ്യത്യസ്തമായ കഥകളും പുരാണങ്ങളിലുണ്ട്. എന്നിരുന്നാലും ലങ്കയിലെ അസുര രാജാവായ രാവണനിൽ നിന്നും സീതാദേവിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിഹാസത്തെ ജഡായു പ്രാധാന്യം നേടുന്നത്. ജഡായുവിൻ്റെ കൊക്കിൻ്റെ ആഘാതത്തിൽ രൂപപ്പെട്ടതെന്ന് കരുതുന്ന ഒരു ചെറിയ ജലാശയ ശില്പവും തൊട്ടടുത്തായി നമുക്ക് കാണാം. ശ്രീരാമൻ എത്തുന്നതുവരെ ഈ ജലാശയത്തിൽ വെള്ളം കുടിച്ചാണ് പക്ഷി ജീവിച്ചിരുന്നത്. ശില്പത്തിന് തൊട്ടടുത്തായി ശ്രീരാമന്റെ ഒരു കാൽപ്പാടുമുണ്ട്. സന്ദർശകർക്ക് കാണാൻ വേണ്ടി ഈ കാൽപ്പാടം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചിരിക്കുന്നു. ജഡായിപ്പാറയുടെ മുകളിൽ ഒരു വേദിയോട് കൂടിയുള്ള ഓപ്പൺ എയർ പെർഫോമൻസ് സെന്ററും ഉണ്ട്. സാംസ്കാരിക പ്രകടനങ്ങളും മറ്റു ചെറിയ പരിപാടികളും ഈ പ്രദേശത്തിൽ വെച്ച് നടത്താറുണ്ട്. സൂര്യാസ്തമയം അതിൻ്റെ എല്ലാ ഭംഗിയിലും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു നിരീക്ഷണ കേന്ദ്രവും ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു കാര്യമാണ് ജഡായുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. ഇവിടെ വരുമ്പോൾ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഗെയിംസ്, ഫുഡ്സ്, ഇത് എല്ലാം ഇവിടെ വളരെ നന്നായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ, ബൈ.